തുടക്ക സമയത്ത് ഇന്ന് ഉള്ളതുപോലുള്ള ഒരു സൗകര്യങ്ങളൊന്നും ഒരിക്കലും മൈലേഷ്യൽ മാർക്കറ്റിംഗ് തുടക്ക സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ എക്സ്പ്രസ് ഹൈവേയിലൂടെയാണ് മൈലേഷ്യൽ മാർക്കറ്റിംഗ് എന്ന കമ്പനി ചെയ്യുന്നത്. എൻ്റെയൊക്കെ തുടക്കത്തിൽ മൈലേഷ്യൽ മാർക്കറ്റ് എന്ന കമ്പനിയിൽ ഐ ഡി അടിക്കുന്ന സമയത്ത് കേരളമില്ല. നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് ഐ ഡി അടിച്ച സമയത്ത് നമുക്ക് സ്റ്റേറ്റ് ചോദിക്കാറുണ്ട്. ആ സ്റ്റേറ്റ് ചോദിക്കുന്ന സമയത്ത് കേരളം അവിടെ ഇല്ലായിരുന്നു. കേരളത്തിൽ അന്ന് നിയമ സാധ്യതകളും കേരളത്തിൽ ഇത് ചെയ്യാനും പറ്റില്ലായിരുന്നു. ആ സമയത്താണ് ഞാൻ മൈലേഷ്യൽ മാർക്കറ്റ് എന്ന കമ്പനിയിൽ ഐ ഡി അടിച്ചത്. ഞാൻ അടിച്ച സംസ്ഥാനം പിന്നെ കോഴിക്കോട് ജില്ലയും അതുപോലെ തന്നെ പിന്നെ സ്ഥലവും എല്ലാം അടിച്ച സമയത്ത് സ്റ്റേറ്റ് അടിക്കാൻ നോക്കുമ്പോൾ അവിടെ കാണുന്നില്ല. അപ്പൊ ഞാന് ബെല്ലി സാറ് ഈ സ്റ്റേറ്റ് ആദ്യം എൻ്റെ ഐ ഡി ബെല്ലി സാർ അടിച്ചിട്ടുണ്ട്. രണ്ടാമത് അടിച്ച സമയത്ത് നോക്കുന്ന സമയത്താണ് നമ്മുടെ കേരളം കാണുന്നില്ല. അപ്പൊ ഞാൻ എന്താ അത് ചെയ്യേണ്ടത്? എന്നാ സാറ് തമിഴ്നാട് അടിച്ചോന്നു. എൻ്റെയൊക്കെ തുടക്ക സമയത്താ. ഇന്ന് അത് മാത്രമൊന്നുമല്ല, ഈ ഒരു ബിസിനസിന്റെ തുടക്ക സമയത്ത് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ഒരാളെ പോലും കാണാനില്ല. ഞാന് ബെല്ലി സാർ തുടങ്ങിയ സമയം 6 പ്രൊഡക്റ്റോ 16 പ്രൊഡക്റ്റോ എന്നറിയില്ല, എന്തായാലും ഒരു 10ന്റെയും 20ന്റെയും ഇടയ്ക്കുള്ള പ്രൊഡക്റ്റ് മാത്രമേ മൈലേഷ്യൽ മാർക്കറ്റിംഗ് എന്ന കമ്പനിക്കുള്ളായിരുന്നു. അതുപോലെ തന്നെ കഫ്നിലിന് 95 രൂപ MRP. അപ്പോ ഈ ഉൽപ്പന്നങ്ങള് പണ്ടൊക്കെ 3 ലാഭം കിട്ടായിരുന്നു. 3 ഇപ്പം നമുക്ക് സാധനങ്ങൾ വാങ്ങി ഉപയോഗിച്ചാൽ വാങ്ങി വിറ്റാൽ ലാഭം കിട്ടും, ഐ ഡിയിൽ വാങ്ങിയാൽ ഐ ഡിയിലും വരുമാനം കിട്ടും. അന്ന് 3 കിട്ടായിരുന്നു. ആ 3 എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ മംഗലാപുരത്തോ പിന്നെ കോയമ്പത്തൂരോ പോയി വാങ്ങുന്ന സമയത്ത് കേരളത്തിനെക്കാട്ടിലും കുറച്ചും കൂടെ അവിടെ റേറ്റ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോഴല്ലേ GST ഒക്കെ വന്നത്. ആ സമയത്ത് അവിടെ 85 റുപ്യക്ക് കഫ്നിയിൽ കിട്ടും, നമ്മുടെ ഇവിടെ 95 റുപ്യക്ക് വിൽക്കും. ഹോൾസെയിൽ 90 റുപ്യക്ക് വിൽക്കും. അങ്ങനെ ചെറിയൊരു പൈസ കിട്ടായിരുന്നു. അപ്പൊ ഈ സമയത്താണ് മൈലേഷ്യൽ മാർക്കറ്റ് എന്ന കമ്പനി തുടങ്ങിയതെന്ന് പറയാം. ഇപ്പോ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ചുറ്റുപാടും, ഇപ്പൊ ഉദാഹരണം പറയാണ്, ഇപ്പൊ നമ്മുടെ ലക്ഷദ്വീപും അതല്ലാത്ത നമ്മുടെ കേരളം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങളെയൊക്കെ കിലോമീറ്റർ നേരെ അളക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10-30 കിലോമീറ്റർ ചുറ്റളവിൽ ഈ ഔട്ട്ലെറ്റുകൾ ഉണ്ട്. ഞാനൊക്കെ മൈലേജ് തുടങ്ങിയ സമയത്ത് 300 മേലെ 500 മേലെ കിലോമീറ്റർ അപ്പുറത്താണ്, 300 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. ഇന്ന് അത് 30 കിലോമീറ്റർ അടുത്തേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് ഇനിയും ഒരു 5 വർഷവും കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഒരു 3 കിലോമീറ്റർ അടുത്ത് കമ്പനിയുടെ സൂപ്പർ മാർക്കറ്റുകൾ വരും. കമ്പനി ആയിരക്കണക്കിന് പ്രൊഡക്റ്റുകൾ വരാൻ പോവാ. അപ്പൊ എനിക്ക് പറയാനുള്ള ഓരോ കാലഘട്ടത്തിലും ആ സമയത്ത് നമ്മൾ ഓരോരുത്തരും ഈ ബിസിനസിന്റെ ഗ്രോത്തും ആ സമയത്തുണ്ടായിരുന്ന വളർച്ചയും ആ സമയത്തുണ്ടായിരുന്ന ബിസിനസിന്റെ ഗ്രോത്തും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു വലിയ ബിസിനസിന്റെ എത്രയും ഫാസ്റ്റ് ആയിട്ട് വളരാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, അന്ന് കേരളത്തിൽ പോലും ഔട്ട്ലെറ്റ് ഇല്ലാത്ത ഈ ഒരു ഇൻഡസ്ട്രി ഇപ്പൊ എല്ലാ ജില്ലകളിലും മിനിമം 3 ഔട്ട്ലെറ്റുകൾ വന്നു. അങ്ങനെ 3 എടുത്ത് പറയുന്ന പ്രത്യേകത ഉള്ളത് തന്നെ ഇത്ര ലെവലിലേക്ക് നമുക്ക് മാറാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു ഇൻഡസ്ട്രി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ അവസ്ഥയിൽ പണ്ട് ഞാനും ബെല്ലി സാറും ഒക്കെ ഈ ഉൽപ്പന്നങ്ങൾ എടുക്കാൻ വേണ്ടി മംഗലാപുരത്ത്, ഞാൻ ഇതിന്റെ ഒരു വിഷമങ്ങൾ പറയാനല്ല, ഇപ്പോഴുള്ള ഈ ഒരു ഇൻഡസ്ട്രിന്റെ അവസ്ഥയും നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒരു അവസ്ഥയും നിങ്ങൾ കമ്പാരിസൺ നടത്തുക. ആ സമയത്ത് മംഗലാപുരത്ത് പോകണം ഈ ഉൽപ്പന്നങ്ങൾ, അല്ലെങ്കിൽ കോയമ്പത്തൂർ പോകണം. പക്ഷെ ഞങ്ങൾ ഈ കോഴിക്കോട് കൊയിലാണ്ടി ഏരിയയിൽ കൂടെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പം മംഗലാപുരത്തേക്കാണ്. അതുകൊണ്ട് മംഗലാപുരത്താ പോവാ. ഉൽപ്പന്നങ്ങൾ എടുക്കാൻ എപ്പോ പോകണമെന്നറിയോ? ബെല്ലി സാറ് ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിവിടെ നമ്മുടെ നാട്ടിലുള്ള സ്റ്റോർ എന്താന്ന് പറഞ്ഞാൽ ബെല്ലി സാർ എന്നൊരു വെർണയുണ്ട്. ആ വെർണയിൽ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ കാർട്ടൂൺ ബോക്സ് ഉണ്ടല്ലോ, ചെറിയ നമ്മളെ പെട്ടികള് അതിന്റെ മേലത്തെ ആ ഡോർ ഇങ്ങനെ ക്ലോസ് 4 ഡോറായിട്ടാണല്ലോ ക്ലോസ് ചെയ്യാൻ. അത് കട്ട് ചെയ്യും. എന്നിട്ട് ഒരു 5-6 പെട്ടികളോളം നിരത്തി വെച്ചിട്ട് ഓരോ ബ്ലഡ് പ്യൂരിഫയർ, വെൽ ഹാർട്ട്, ക്യാപ്സൂൾ ഒന്നില്, പിന്നെ അതുപോലെ തന്നെ സിറപ്പ് ഒന്നില്, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വലിയൊരു പെട്ടിയിലാക്കി വെച്ചിട്ട്
എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാല് കോഴിക്കോട് കമ്പനിയുടെ GTS കോഴിക്കോട് മാത്രമല്ല, എൻ്റെ നാട്ടിൽ നമ്മളെ കോഴിക്കോട് ജില്ലയിൽ മലബാറിൻ എന്ന ഹോട്ടൽ മാത്രമേ ഉള്ളൂ. സ്റ്റോർ എപ്പോൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ GTS കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വെൽനിസാറിന്റെ വെർണന്റെ ഡിക്കി ഇങ്ങോട്ട് പൊക്കും. അതാ സ്റ്റോർ. അപ്പൊ ഓരോരുത്തർ GTS സാറേ എനിക്ക് 4 പേസ്റ്റ്, എനിക്ക് 2 കഫ്നീൽ വേണം, എനിക്ക് 2 ഹെയർ ഓയിൽ വേണം. അപ്പൊ അത് എഴുതി വെച്ച് കൂട്ടി അപ്പൊ തന്നെ സാധനം കൊടുത്ത് പൈസ വാങ്ങിയിട്ട് ആളെ പേരും ID എഴുതിയിട്ട് ബോക്സിലും കച്ചവടം. അങ്ങനെ ID കയറ്റില്ല. ID അന്ന് കയറൂല. ഈ IDയിൽ ഈ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല്, വാങ്ങി വെച്ചിട്ട് എവിടെ പോകണം? മംഗലാപുരത്ത് പോകണം. ആദ്യത്തെ വെള്ളിയാഴ്ച കയറുമോ? ചാൻസ് ഇല്ല. ഇത് മംഗലാപുരത്ത് പോയ ചിലപ്പോ നമ്മൾ ഈ പൈസ ഓൺലൈനായിട്ട് അന്ന് നമ്മള് ബാങ്ക് ട്രാൻസ്ഫർ ആണ്, ബാങ്കിൽ ഇട്ടിട്ട് ഓരോ നമ്പർ ഇട്ട് അയച്ചു കൊടുത്തിട്ട് ID എഴുതി അയച്ചു കൊടുക്കും മംഗലാപുരത്തേക്ക്. വെള്ളിയാഴ്ച മാത്രമേ BV കയറും. അന്നൊരു സംവിധാനം നമ്മൾ ഇന്ന് തിങ്കളാഴ്ച കയറ്റിയാലും നമ്മളെ BV അലോക്കേഷൻ ചെയ്യുന്ന ഡേറ്റ് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച അന്നാണ് BV നമുക്ക് കാണിക്കാം. അത്രയും പല ആളുകളും പറയും സാറേ എന്റെ സാധനം വാങ്ങിയില്ലേ. ഇതിന്റെ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സ്റ്റോറ് വെൽനിസാറ വണ്ടിയിലാണ്, ആ വണ്ടിയിൽ നിന്ന് ID എഴുതിക്കുക, അങ്ങനെ അയച്ചു കൊടുക്കും. ഇങ്ങനെയാണ് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്തത്. എന്നിട്ട് ഈ ഉൽപ്പന്നങ്ങൾ എപ്പാ കിട്ടുക? പല ആളുകളെ ഉൽപ്പന്നം ഇത് അന്ന് വെൽനിസാർ അദ്ദേഹത്തിന് ഏകദേശം സ്വന്തം ക്യാഷ് കൊടുത്തിട്ട്, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ബിസിനസ് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്, അന്ന് ചെയ്തും ഇന്ന് ചെയ്തുള്ള ഒരു കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ടാ. അന്ന് ബിസിനസ് ചെയ്ത സമയത്ത് ഏകദേശം വെൽനിസാർ 5 ലക്ഷം രൂപ ഒന്നിച്ച് മുടക്കിയതാ. എന്തിനോ? നമ്മുടെ ടീമിന് ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ സമയത്ത് ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ എഴുതി വെക്കും. എന്നിട്ട് ഈ ഉൽപ്പന്നങ്ങൾ 5 ലക്ഷം രൂപേന്റെ ഓർഡർ ആയിട്ട് ഒന്നിച്ച് പോവാ. ആരൊക്കെ പോവാ? 2 ആളാ പോകാണ്ടാവുക ഉൽപ്പന്നം എടുക്കാൻ. എവിടെ പോകണം? എത്ര മണിക്ക് പോകണം? രാവിലെ ഒരു 4 മണിക്ക് വെൽനിസാറെ വീട്ടിൽ പോയിട്ട് ബാഗ് എടുക്കണം. ബാഗ് എന്തിനാന്ന് പറഞ്ഞാൽ, ഈ പെട്ടിയിൽ കൊണ്ടുവരുന്നേക്കാളും കുറച്ചും കൂടെ ബാഗിലെല്ലാം പെട്ടി പൊളിച്ചിട്ട് അടുക്കി വെക്കുകയാണെങ്കിൽ ഒരു 4 ബോക്സിൽ കൊണ്ടുവരുന്ന, അല്ല ഒരു 5 ബോക്സിൽ കൊണ്ടുവരുന്ന ഉൽപ്പന്നം ഒരു ബോക്സിൽ, ഒരു ട്രോളി ബാഗിൽ കൊണ്ടുവരും. ബാക്കി ബോക്സിൽ എൻ്റെ അറിവിൽ എനിക്കറിയാം 14 ബോക്സ് കൊണ്ടുവന്നു ഞാൻ. 14 ബോക്സ് ഈ ഉൽപ്പന്നം കൊണ്ടുവരുന്നത് നമ്മൾ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം ഒരു 30 രൂപ 50 രൂപ ഓട്ടോക്ക് കൊടുത്തിട്ട് അവിടുത്തെ KSRTC സ്റ്റാൻഡിന്റെ അടുത്ത് പോകണം. എന്നിട്ട് രാവിലെ പോയിട്ട് നമ്മളെപ്പോലെ കേരളത്തിൽ മറ്റുള്ള ആളുകൾ വന്ന് വാങ്ങുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം പൊളിച്ച് പാക്കാക്കിയിട്ട് ഏകദേശം ഒരു ഓട്ടോ വിളിച്ചിട്ട്, എൻ്റെ ഒരു അനുഭവം എനിക്കറിയാം, നമ്മൾ ഈ പെട്ടികളൊക്കെ ഓട്ടോയുടെ ഉള്ളിൽ കയറ്റി വെച്ചു സമയത്ത് എന്നോട് ഓട്ടോ ഡ്രൈവർ സാറേ നിങ്ങൾ എവിടെ കയറാന്ന് വെച്ചു. അതൊന്നും പ്രശ്നം, ഞാൻ എവിടെയെങ്കിലും കയറിക്കോളുന്നത്. അങ്ങനെ സംഭവം എന്ന് വെച്ചാൽ ബാക്കിൽ ഡിക്കിയിൽ ഒരു പെട്ടി വെക്കുന്ന സ്ഥലത്ത് ഞാൻ കയറിയിട്ടുണ്ട്. ഒറ്റ പെട്ടി വെക്കാൻ എത്ര സ്ഥലം? ആ സ്ഥലത്ത് കയറിയിട്ടുണ്ട് എന്നാ പറയുന്നത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ ചിലപ്പോൾ നമ്മളെ ട്രെയിന് ആ ട്രാക്കിലല്ല വരിക, 3ഓ 4ഓ ട്രാക്കിലാണ്. എന്നിട്ട് റെയിൽവേ ക്രോസ് വെച്ച് തലയിൽ വെച്ചിട്ട് നേരെ 1ഉം 2ഉം 3ഉം 4ഉം കമ്പാർട്ട് അപ്പുറം കടന്നിട്ട് അവിടെ വെച്ചിട്ട് ട്രെയിൻ വരുന്ന സമയത്ത് തന്നെ എടുത്തിട്ട് ഓരോ ആളുകളെയും സീറ്റിന്റെ താഴെ കൊണ്ടുവെക്കും. ഒരു കമ്പാർട്ട്മെന്റിൽ ഒരു കമ്പാർട്ട്മെന്റിൽ 1ഓ 2ഓ സീറ്റിംഗിൽ എടുത്ത് വെക്കും. ഇതിന്റെ ഒരു കഷ്ടപ്പാട് പറയാൻ, അങ്ങനെ എന്ത് ചെയ്യുമെന്ന് പറയാന്നാൽ അവിടെ ഇരുന്നാൽ പിന്നെ നമുക്കറിയാം, നമ്മൾ ഒരു ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കുറച്ച് പ്രോഡക്റ്റുകൾ ആ സീറ്റിന്റെ ചോട്ടിൽ വെച്ചാൽ അവരെ ആദ്യം കൺവിൻസ് ചെയ്യണം. അവരോട് സന്തോഷം എന്താണോ, നമ്മുടെ ഉൽപ്പന്നം അവരെ കാലിന്റെ ചോട്ടിലുണ്ടല്ലോ, അപ്പൊ അതെടുക്കണമെങ്കിൽ അവരൊക്കെ മാറ്റിയിട്ട് അത് എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലൊന്ന് വെറുതെ ആലോചിച്ചോ. അങ്ങനെ ഒരാളല്ല, ഏകദേശം 10ഓ 15ഓ വ്യക്തികളെ കൺവിൻസ് ചെയ്തിട്ട് എന്നിട്ട് ഇത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഏകദേശം ട്രെയിനിന്റെ സ്റ്റോപ്പ് എത്ര സമയമുണ്ട്? നിങ്ങൾ ആരെങ്കിലും ട്രെയിനിൽ കയറി, നമ്മളൊക്കെ അറിയാലോ, ട്രെയിനിൽ കയറിയ ആളുകൾക്കറിയാം ഏകദേശം 2 മിനിറ്റേ ഉണ്ടാവും. 2 മിനിറ്റ് കൊണ്ട് 16 ബോക്സും 16 ബോക്സും അതുപോലെ തന്നെ ഒരു വലിയ ട്രോളി ബാഗും അതിലൊരു 5 ബോക്സ് സാധനം ഉണ്ടാവും. അങ്ങനെ നമ്മൾ കൂട്ടുന്ന 21 ബോക്സ് പ്രൊഡക്റ്റുകൾ. ഇതെല്ലാം തന്നെ നമ്മൾ ട്രെയിനിൽ കൊണ്ടുവരുന്നു. ഞങ്ങൾ കൊയിലാണ്ടിയിലാണ് ഈ ഉൽപ്പന്നങ്ങൾ ഇറക്കാറുള്ളത്. ആ സമയത്ത് ആ ട്രെയിൻ നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് കൂടെ ഇറങ്ങാനുള്ള ഡോർ ഉണ്ടാവുമല്ലോ, ആ ഡോറിലൂടെ ഇറങ്ങുന്ന ആളുകളെ നമ്മൾ വീണ്ടും കൺവിൻസ് ചെയ്യാം. സാറേ സാർ എന്ത് ചെയ്യണം? അപ്പുറത്തെ ഡോറിൽ കൂടെ ഇറങ്ങണം, ഇവരോട് നിങ്ങൾ ഇതിലെ കൂടെ ഇറങ്ങണം. എന്താണോ, ആ ഡോറിന്റെ അടുത്ത് നമ്മൾ 16 ബോക്സ് ഇങ്ങനെ അട്ടിട്ടുണ്ടാവും. എത്ര മിനിറ്റ് ഉണ്ടാവുക? 2 മിനിറ്റ് കൊണ്ട് ഈ ഉൽപ്പന്നങ്ങൾ ഇറക്കിയിട്ടില്ലെങ്കിൽ ഈ ബോക്സ് മിസ്സാവും. എന്നിട്ട്
നമ്മൾ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ഈ ഉൽപ്പന്നം ഒറ്റക്കല്ല നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പൊ അവിടെ നമ്മൾ ഇങ്ങനെ നോക്കും, കുറച്ച് ഒരു ആരോഗ്യമുള്ള ഈ ബോക്സ് ഒക്കെ എടുത്തുതരാൻ പറ്റിയ ഒരാളെയും കൂടി നമ്മൾ പരിചയപ്പെടും. നിങ്ങൾ ചിന്തിച്ച് നോക്കണം, ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്ന ഒരു അധ്വാനം നോക്കണം. ഇങ്ങനെ അവരെ പരിചയപ്പെടും. അവരെ പരിചയപ്പെട്ടിട്ട് അവരോട് പറയും, സാറേ ഞാൻ ഇറങ്ങുന്ന സമയത്ത് നിങ്ങളൊന്ന് സഹായിച്ചരും. അവരെ കൺവീൻസ് ചെയ്യും. ഇവിടുന്ന് മംഗലാപുരത്ത് നിന്ന് വരെ അവരെ സംസാരിച്ച് ബാഗൊക്കെ ഓരോരുത്തരോടും, എനിക്ക് തോന്നുന്നുണ്ട് കൊയിലാണ്ടിയിൽ നിന്ന് നമ്മുടെ ഉൽപ്പന്നങ്ങൾ പുറത്തെടുക്കണമെങ്കിൽ ഏകദേശം കണ്ണൂർ കഴിഞ്ഞ് പിന്നെ മാഹി കഴിഞ്ഞ് വടകര ആകുന്ന സമയത്ത് നമ്മളെ പണി ഈ ഉൽപ്പന്നങ്ങൾ നമ്മളെ ഡോറിന്റെ അടുത്ത് കൊടുക്കുക. ഒരു ദിവസം TTR വന്ന് പിടിച്ചു, അല്ലടാ ഇത് എന്താ ഗുഡ്സ് ആണെന്ന് വെച്ചാൽ, ഇല്ല സാറേ ജീവിതമാർഗ്ഗമാണ്, ഫൈൻ അടയ്ക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫൈൻ അടയ്ക്കാന്നാ സാറേ, ഞാൻ സാറെ വിളിക്കാം. ഫൈൻ അടയ്ക്കാൻ നിന്ന് എന്റെ ഉൽപ്പന്നം കോഴിക്കോടോ പിന്നെ തിരൂരോ പോയി ഇറക്കേണ്ടി വരും, സമയം കൊയിലാണ്ടി എത്താനായി. അങ്ങനെ എന്തോ അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ട് അയാൾ അങ്ങ് പോയതിനു ശേഷം ഈ ഉൽപ്പന്നം എടുത്തിടാൻ നിർത്തുന്ന സമയത്ത് പാസ് ചെയ്യാ ആൾ എടുത്തിങ്ങനെ എറിഞ്ഞു നമ്മൾ വാങ്ങിയിട്ട് പ്ലാറ്റ്ഫോമിൽ വെക്കും. എനിക്ക് നിങ്ങളെ മുമ്പിൽ ഇത് പറയാണ്ട്, ഇങ്ങനെയാണ് ബെൽനിസാറും നമ്മളൊക്കെ ഈ ടീം ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കഥ പറയാനുള്ളത്, ബെൽനിസാർ ഒരിക്കലും ഞങ്ങള് പിന്നെ ഈ ഈ ഉൽപ്പന്നം എടുക്കാൻ വേണ്ടി ഞാനും ബെൽനിസാറൊക്കെ മംഗലാപുരത്ത് പോയ സമയത്ത് ഞങ്ങൾ ഉൽപ്പന്നങ്ങളൊക്കെ എടുത്ത് പ്ലാറ്റ്ഫോമിൽ വെക്കുന്ന സമയത്ത് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവച്ച് അവിടുന്ന് എടുത്ത് നമ്മൾ 3 കമ്പാർട്ട് പ്ലാറ്റ്ഫോം കഴിഞ്ഞ് അപ്പുറത്ത് കൊണ്ടുവച്ച സമയത്താണ് അവിടെ നിന്ന് പറയുന്നത് വണ്ടി 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരികയെന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, 6 പ്ലാറ്റ്ഫോം നമ്മൾ തലയിലെടുത്ത് അപ്പുറം കൊണ്ടുവച്ച് പെട്ടികളൊക്കെ വെച്ച സമയത്താണ് ആള് പറയുന്നത് ഇത് 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരികയെന്ന്. അവസാനത്തെ വണ്ടി മംഗലാപുരത്ത് നിന്നാണ്. മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പോയ ആളുകൾക്ക് അറിയാം. നിങ്ങൾ ഈ കാര്യമൊക്കെ മനസ്സിലായി. എന്നിട്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാണ്ട, ആ ട്രെയിന് വരാനും അതിലേക്ക് നമ്മൾ ഇത് കൊണ്ടുവെക്കാനുള്ള സമയം കിട്ടുന്നില്ല. ബെൽനിസാറോട് എന്താ ചെയ്യാൻ പറ്റുക? ഒരു രക്ഷയില്ല. ആ ഉൽപ്പന്നങ്ങൾ അവിടെ തന്നെ വെച്ചു. എവിടെ? അവിടെ തന്നെ വെച്ചു, അട്ടിക്ക് വെച്ചു. ബെൽനിസാറിന് അറിയാം, നല്ല ഉറക്കന്റെ ആളാണ്. അങ്ങനെ അവിടെ തന്നെ കൊതുക് കൊണ്ട് നേരം വെളുക്കുന്നവരെ ആ പെട്ടികളായിട്ട് ഞാനും ബെൽനിസാറും കിടന്നുറങ്ങിയിട്ടുണ്ട്. ബെൽനിസാർ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ബെൽനിസാർ കഥ പറയുമ്പോൾ എപ്പോഴെങ്കിലും പറയുന്ന കേൾക്കാം, ബെൽനിസാർ കിടന്നുറങ്ങിയ സമയത്ത് നല്ല ചൂട് കാലിന്റെ മേലെ ഭയങ്കര ചൂട്, എന്താണെന്നറിയില്ല. അപ്പൊ ബെൽനിസാർ കാല് പൊക്കി നോക്കുമ്പോൾ ഭയങ്കര വെയിറ്റ് കാല്. അപ്പോ നോക്കുന്ന സമയത്ത് എന്താന്ന് പറഞ്ഞാല് ഞാൻ കുറച്ചും കൂടി സേഫ് ആയ സ്ഥലത്താണ്. ബെൽനിസാർ ആരെങ്കിലും ആ പെട്ടി എന്തുകൊണ്ട് ഇവിടെ കിടക്കേണ്ടെന്ന്, ഈ പെട്ടികൾ ആരെങ്കിലും കൊണ്ടുപോകല്ലോ, എത്ര പൈസ, 5 ലക്ഷം രൂപന്റെ ഉൽപ്പന്നല്ലേ ഇത്, നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് കിടക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ സെറ്റാക്കി ഒരു തോർത്തുമുണ്ടൊക്കെ വിരിച്ച് അവിടെ കിടന്നു. അങ്ങനെ എനിക്ക് പറയാനുള്ളത്, അങ്ങനെ കുറെ കഴിഞ്ഞ സമയത്ത് നല്ലൊരു കനം വന്ന സമയത്ത് ബെൽനിസാർ കാല് വലിക്കാൻ നോക്കിയ സമയത്ത് നല്ല വെയിറ്റും ചൂടും ഒക്കെ. അപ്പൊ ബെൽനിസാർ നോക്കുന്ന സമയത്ത് കുറെ തെരുവ് നായ്ക്കളാണ് കാലിന് മേലെ കിടന്നുറങ്ങുന്നത്. ഇത് തെരുവ് നായ്ക്കൾ കിടക്കുന്ന സ്ഥലാ. അതുകൊണ്ടാ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയാണ് ഈ ബിസിനസ് ഡെവലപ്പ് ആക്കിയെന്നാ പറയാനുള്ളത്. ഞാൻ ചോദിക്കുന്നത്, ഇന്ന് ഈ ബിസിനസ്സിന് നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ കേൾക്കാനും ഇത് പഠിക്കാനും രാവിലെ തന്നെ കേൾക്കാനുള്ള ഒരു അവസരം ഞാൻ ചോദിക്കുന്നത്, നമ്മൾ എത്രത്തോളം കമ്മിറ്റ്മെന്റോട് കൂടിയാണ് ഈ ബിസിനസ് ഏറ്റെടുക്കുന്നത്? എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് പറയാനുള്ളത്, ഈ ബിസിനസ് നിങ്ങൾ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാറില്ല, സീരിയസ് ആയിട്ടല്ല ഈ ബിസിനസ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരാളെ പോലും മൈലേഷ്യൽ മാർക്കറ്റിംഗിലേക്ക് കൊണ്ടുവരരുത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഈ ബിസിനസ്സിനെ ഏറ്റെടുത്തില്ലെങ്കിൽ നിങ്ങൾ ഒരാളെ പോലും നിങ്ങൾ മൈ ലൈഫിലേക്ക് കൊണ്ടുവരരുത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് അങ്ങനെയാ. നമ്മൾ വലിയ മോഹങ്ങൾ കൊടുത്ത് വലിയ വരുമാനം കിട്ടും എന്ന് പറഞ്ഞ് ഈ ബിസിനസ്സിനെ ഏറ്റെടുത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ നിർത്തിപ്പോകുന്ന പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, ദയവായിട്ട് അവരോട് എനിക്കുള്ള റിക്വസ്റ്റ് എന്താണ്, ഒരിക്കലും നിങ്ങൾ അവരെ ജീവിതത്തിൽ വലിയ മോഹം കൊണ്ട് കൊണ്ടുവരിക. അത് ചതിയാ. നിങ്ങൾ ഇതിലുണ്ടാവും, ഞാൻ മരണം വരെ ഈ ബിസിനസ്സിൽ ഉണ്ടാവും, ഈ ബിസിനസ് വലിയ ഇൻഡസ്ട്രിയാണ്, ഒരുപാട് ആളുകൾക്ക് ഗുണം കിട്ടും, ഒരുപാട് ആളുകൾ രക്ഷപ്പെടും എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ സീരിയസ് ആയി ചെയ്യൂ. അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാം, വിൽക്കാം, നിങ്ങൾ ആരെയും കൊണ്ടുവരരുത്. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല ആളുകളും ഈ ബിസിനസ്സിന്റെ ആവേശം കൊണ്ട് ഏറ്റെടുക്കും. ആവേശം ഉണ്ടാവേണ്ടടം നിങ്ങളെ മനസ്സിലാണ് ആവേശം ഉണ്ടാവേണ്ടത്. നിങ്ങളെ മനസ്സിൽ ആവേശം ഉണ്ടായാലും നിങ്ങളെ പ്രവൃത്തിയിലും നിങ്ങളെ വാക്കിലും നിങ്ങളെ നടത്തത്തിലൊക്കെ ആവേശം ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ കമ്പനി അത്രയും വലിയ കമ്പനിയാണ്. ഇന്ന് ഇന്ത്യയിലേക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കമ്പനിയാണ്. ഉണ്ട് മടത്തു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പല ആളുകളും പറയാന്ന് ഞാൻ കണ്ട്, സാറേ ഞങ്ങളെ കമ്പനി അങ്ങനെ ആട്ടോ, ഞങ്ങളെ കമ്പനി ഇങ്ങനെ ആവാൻ പോവാട്ടോ, ഞങ്ങളെ കമ്പനി മൈ ലൈഫിനൂട്ട് ആവാൻ പോകുന്നത്. ഞാൻ മൈ ലൈഫിന്റെ കൂട്ടാകുന്ന കമ്പനിയിലല്ലോ, ആയ കമ്പനിയിലാണ്.
നിങ്ങൾ വേറെ തെരഞ്ഞു പോകണ്ട. നിങ്ങൾക്ക് ബെൽനിസാർ മൈലൈഫ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം വലിയ കൂർമ്മ ബുദ്ധിയുള്ള ആളാണ്. എല്ലാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കലക്കി കുടിച്ച വ്യക്തിയാണ്. അദ്ദേഹം മൈലൈഫ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം. അത്രയും കീറി മുറിച്ച് പരിശോധിച്ച ആളാണ്. പല ആളുകളെയും പ്രശ്നം ഞാൻ എപ്പോഴും പറയുന്നത്, പല ആളുകളെയും ഇപ്പൊ ഇത് ചെയ്യാത്തതിന്റെ പ്രശ്നം, പല ആളുകളെയും പ്രശ്നം. ബെലിസാർ പറയുന്ന ഒരു കഥ ഉണ്ട്, ആ കഥ ഞാൻ പറഞ്ഞ അദ്ദേഹം പറയുന്ന ഒരു കഥ ഉണ്ട്, ഒരു മുഹമ്മദ് ഖാന്റെ കഥ. ഞാൻ എപ്പോഴും പല ആളുകളോടും പറയും, ഇതാ പല ആളുകളെ അവസ്ഥ. എന്താന്ന് പറഞ്ഞാല് മുഹമ്മദ് എന്ന് പറഞ്ഞ ആള് അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ ഗൾഫിൽ പോകാൻ വേണ്ടി എയർപോർട്ടിൽ പോയി. എയർപോർട്ടിൽ പോയ സമയത്ത് ഈ എയർപോർട്ടിൽ കുറച്ച് നേരത്തെ പോകണല്ലോ, ഫ്ലൈറ്റ് വരാൻ ഒരു 3 മണിക്കൂർ മുമ്പോ 4 മണിക്കൂർ മുമ്പേ നമ്മൾ അവിടെ എത്തണം, ഒരു നിയമം ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ റെഡി ആവാൻ വേണ്ടി. അങ്ങനെ പോയ സമയത്ത് കുറെ സമയം കണ്ട സമയത്ത് ആൾ എന്ത് ചെയ്യും, നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നു, ഒരു കോയിൻ ഇട്ടാല് ഒരു ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചാൽ ഭാവി പറയും. നിങ്ങൾ കണ്ട അതേപോലെ തന്നെ ഒരു സംഭവം കണ്ട മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഒരു സംശയം, ആൾ ഒരു തലക്കെട്ട് ഒരു തലക്കെട്ട് കെട്ടിയ ഒരാളാണ്, ഒരു പ്രായമുള്ള ആള്. അങ്ങനെ പോയ സമയത്ത് ഒരു തലപ്പാവൊക്കെ ധരിച്ച് ഒരു വെള്ള ഷർട്ടൊക്കെ ഇട്ട ആള് പോയ സമയത്ത് അതിന്റെ മേലും എഴുതി വെച്ചിട്ട് നിങ്ങളെ ഭാവി പറയും. അപ്പൊ ആള് എന്ത് ചെയ്യും, ഒരു രൂപന്റെ കോയിൻ ഇട്ട സമയത്ത് ചെവിയിൽ വെച്ച സമയത്തും ആ മെഷീൻ പറയുന്ന, ഹലോ നിങ്ങളുടെ പേര് മുഹമ്മദ് എന്നാണ്, നിങ്ങൾ ഗൾഫിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്, ഫ്ലൈറ്റ് വരാൻ കുറച്ച് സമയമുണ്ട്, നിങ്ങൾ ഭാര്യയും കൂടെ ഗൾഫിൽ പോകാൻ വേണ്ടി നിൽക്കാന്നൊക്കെ പറഞ്ഞു. അയാൾക്ക് ഒരു സംശയം, അങ്ങനെയൊക്കെ ഉണ്ടോ, ഇതെന്താ അങ്ങനെ പറയാം. അപ്പൊ മുമ്പൊരു സംശയം തോന്നിയ സമയത്ത് വീണ്ടും അയാൾ എന്ത് ചെയ്യും, ബാത്റൂമിൽ പോയി തലയിൽ കെട്ടൊക്കെ കഴിച്ചു, എന്നിട്ട് വേറെ രൂപത്തിൽ മുഖത്തിന്റെ ഷേപ്പൊക്കെ മാറ്റി മൂപ്പര് വീണ്ടും പോയിട്ട് ആ ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചു, വീണ്ടും ഒരു രൂപനെ കോയിൻ ഇട്ടു. ആ കോയിൻ ഇട്ട സമയത്തും ആള് പറഞ്ഞത്, നിങ്ങൾ നേരത്തെ വന്ന മുഹമ്മദ് തന്നെയാണ്, നിങ്ങളിപ്പോ എന്നെ ഒന്ന് പരീക്ഷിക്കാൻ വന്നതാണ്, നിങ്ങൾ പോകേണ്ട ഫ്ലൈറ്റ് വരാൻ കുറച്ച് സമയമുണ്ട്, ഭാര്യ അവിടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. അപ്പോ അതൊക്കെ കേട്ട സമയത്ത് മൂപ്പർക്ക് സംശയം അങ്ങോട്ട് തീരില്ല. മൂപ്പരുടെ ഭാര്യയോട് നിങ്ങൾ ഒന്നിങ്ങോട്ട് വാടി. എന്നിട്ട് എന്ത് ചെയ്തു, ബാത്റൂമിൽ പോയിട്ട് ആളെ പർദ്ദ എടുത്തിട്ട് ഇട്ടുപോലെ, പർദ്ദയും ബുർഹയൊക്കെ ഇട്ട് വീണ്ടും പോയിട്ട് ഒരു രൂപന്റെ കോയിൻ ഇട്ടു. എന്നിട്ടും അവിടെയും ഈ മെഷീൻ പറയുന്ന സംഭവം എങ്ങനെയാണ്, നിങ്ങൾ മുഹമ്മദ് തന്നെയാണ്, നിങ്ങളിപ്പോ ഭാര്യന്റെ പർദ്ദ ഇട്ട് വന്നതാണ്, നിങ്ങൾ ഗൾഫിൽ പോകാൻ നിൽക്കാണ്, നിങ്ങൾ നേരത്തെ ഫ്ലൈറ്റ് പോകാൻ വേണ്ടി ഫ്ലൈറ്റ് വരാൻ വൈകിയത് കൊണ്ട് ഇങ്ങനെ നടക്കാന്നാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, നിങ്ങളെ ഫ്ലൈറ്റ് അരമണിക്കൂർ മുമ്പ് പോയിക്കുന്നു പറഞ്ഞു. ഇതുപോലെ പല ആളുകളെയും ഫ്ലൈറ്റ് പോകും. നമ്മളിപ്പോഴും ഇങ്ങനെ, അങ്ങനെ ഉണ്ടോ സാറേ, അങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ട് സാറേ? ഇന്ന് ലോകത്തെ വലിയ ഇൻഡസ്ട്രിയാ നിങ്ങളെ കയ്യിൽ കിട്ടിയത്. നിങ്ങൾ ഇരുന്ന് കേൾക്കുന്ന ഈ ഒരു അവസരം, ഞാൻ പറയുന്നു, ഇതിൽ എത്ര പേരുണ്ട്, ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ ടോട്ടല് 385 പേരുണ്ട്. ഞാൻ 385 പേരോടും പറയുന്നു, പണം മുടക്കാതെ നിങ്ങളെ കയ്യിലുള്ള 5000, 10,000, 25,000, 50,000 അത്ര മതി. അങ്ങനെ മുടക്കിയിട്ട് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിച്ചതിന്റെ മേലെ പറക്കാൻ പറ്റുന്ന ഇൻഡസ്ട്രി വേറെ ഏതെങ്കിലും ഒന്നുണ്ട് നിങ്ങൾ പറഞ്ഞുണ്ടോ? പണം മുടക്കിയാലും ഇല്ല. ഇന്ന് പണം മുടക്കാതെ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാക്കാൻ, നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ, നിങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കാൻ, നിങ്ങൾ വിചാരിച്ചതുപോലെ നിങ്ങൾക്ക് ജീവിക്കാൻ, ഞാൻ പറയുന്ന ഇന്ത്യയിൽ ദൈവമായിട്ട് കൊണ്ടുവന്ന ഈ ഒരു ഇൻഡസ്ട്രി അല്ലാതെ ഇല്ല. അത്രയും വലിയ ഇൻഡസ്ട്രിയാണ്. പക്ഷെ നമ്മൾ പല ആളും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ ഇൻഡസ്ട്രീന്റെ തുടക്ക സമയത്ത് ഇങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണോ? എന്തായാലും ഇതിന്റെ അറ്റം കാണാതെ ജീവിതത്തിൽ നിന്ന് പോകില്ലാന്ന് തീരുമാനിച്ചത് കൊണ്ടാണ്. എനിക്ക് നിങ്ങളോട് പറയണേ, പല പ്രതിസന്ധികളും പല പ്രയാസങ്ങളും ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വന്നേക്കാം. എന്താന്ന് പറഞ്ഞാല് ഈ ബിസിനസ് നല്ല ബിസിനസ്സാണ്, അതുകൊണ്ട് തന്നെ വെല്ലി സാറൊക്കെ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, മൂല്യമുള്ളതിന് വ്യാജന ഉണ്ടാവും. അതേപോലെ തന്നെ 10 രൂപ നോട്ടിനും 50 രൂപ നോട്ടിനും 100 രൂപ നോട്ടിനൊന്നും കള്ളനോട്ടുണ്ടാവില്ല. കള്ളനോട്ടുണ്ടാവുക 500 നോട്ടിനും 2000 നോട്ടിനും. അതേപോലെ മൈലേഷ്യൽ മാർക്കറ്റിംഗ് എന്ന ബിസിനസ് നല്ലതാണെങ്കിൽ ഇതിന് ഇഷ്ടം പോലെ പ്രതിസന്ധികൾ ഉണ്ടാവും. ഇത് നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് നമ്മളെ ബന്ധുക്കളും സുഹൃത്തുക്കളും തുടങ്ങിയോ, നിങ്ങൾ പെട്ടോ, നിങ്ങൾ ആളെ ചേർക്കുന്ന പരിപാടി തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചു വരും. ഡിയർ ഫ്രണ്ട്സ്, ഈ ഇൻഡസ്ട്രി നിങ്ങൾ ഒരു കമ്മിറ്റ്മെന്റോട് കൂടെ ചെയ്യണം എന്ന് പറയുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഒരാളെ കഥ ഞാൻ പറഞ്ഞുതരാം. മൈലേഷ്യൽ മാർക്കറ്റിംഗിൽ വിജയിച്ച ഒരു വ്യക്തിയുടെ കഥ. അദ്ദേഹത്തിന്റെ പേര് ഷീജൻസി നായർ. അദ്ദേഹം 2018 ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. മൈലേഷ്യൽ മാർക്കറ്റ് എന്ന ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് അദ്ദേഹം മരിച്ചുപോയത്.
അദ്ദേഹത്തിന്റെ കഥ നിങ്ങൾക്ക് ഇൻസ്പയർ ചെയ്യും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ബിസിനസ്സിൽ വന്ന സമയം, അദ്ദേഹം ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം എന്ന് പറയണുള്ളത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. ഷീജൻസി നായർ എന്ന വ്യക്തി മൈലേഷ്യൽ മാർക്കറ്റ് എന്ന കമ്പനിയിൽ വന്നത് അദ്ദേഹം പറയുന്ന ഒരു എക്സ്പീരിയൻസ് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. ആള് പറഞ്ഞൊരു കഥ ഇങ്ങനെയാണ്. അദ്ദേഹം ഈ ബിസിനസ്സിൽ വന്നത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഒരു പ്രോഗ്രാമിന് ഡൽഹിയിൽ കൊണ്ടുപോയി. ഡൽഹിയിൽ പ്രോഗ്രാമിന് കൊണ്ടുപോയതല്ല, അദ്ദേഹത്തിന് അഫ്ഗാനി ചിക്കൻ ഏറ്റവും ഇഷ്ടമാണല്ലേ. അഫ്ഗാനി ചിക്കൻ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്, നമുക്കറിയാം, ബ്രോസ്റ്റഡൊക്കെ പോലത്തെ ഒരു സാധനം അഫ്ഗാനി ചിക്കൻ. അത് ഡൽഹിയിലാണ് ഏറ്റവും നന്നായിട്ട് കിട്ടുക എന്ന് പറയുന്നത്. അങ്ങനെ ഇത് വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. മൈലേഷ്യൽ മാർക്കറ്റ് മീറ്റിംഗ് ആണെങ്കിൽ അദ്ദേഹം വരില്ല, ട്രെയിനിങ് മീറ്റിംഗ് എന്നാണ് വരിക. അദ്ദേഹം എയർഫോഴ്സിൽ വലിയ തസ്തികയിൽ ജോലി ചെയ്യുന്ന ആള്, ഏകദേശം 1.5 ലക്ഷം നേരത്തെ സാലറിയുള്ള വ്യക്തിയാണ്. അങ്ങനെ അഫ്ഗാനി ചിക്കൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ മുബീൻ മുഹമ്മദ് സാറിന്റെ ഒരു പ്രോഗ്രാം ഡൽഹിയിൽ ഏതൊരു വലിയ ഹാളിൽ വെച്ച് നടക്കുന്ന സമയത്ത് അദ്ദേഹം അഫ്ഗാനി ചിക്കൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് സീറ്റിലിരുത്തി. അങ്ങനെ ഇതിങ്ങനെ പറഞ്ഞ സമയത്ത് ഏതായാലും അഫ്ഗാനി ചിക്കൻ കിട്ടുന്ന കണ്ടീഷൻ ആൾ പോയി. അങ്ങനെ ഒരു ട്രെയിനിങ് കേൾക്കുന്ന സമയത്ത് ആ ട്രെയിനിങ് എടുക്കുന്ന വ്യക്തി മുബീൻ മുഹമ്മദ് സാർ. മുബീൻ മുഹമ്മദ് സാർ ഈ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം കിട്ടിയ വരുമാനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. വരുമാനങ്ങൾ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ മാസം 2,10,000 കിട്ടി, ഇങ്ങനെ ഒരുപാട് വരുമാനം കിട്ടും, മാസം ഏകദേശം 8 ലക്ഷം, 10 ലക്ഷം, ഒരു 15 ലക്ഷം രൂപക്കും മേലെ വരുമാനം കിട്ടുന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഷീജൻസിദാറ മൈൻഡിൽ വന്നത് എന്താണോ, ഞാൻ ഇത്രയൊക്കെ പഠിച്ചു, ഞാൻ ഇത്രയൊക്കെ വലിയ തസ്തികയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ ആർമിയുടെ എയർഫോഴ്സിൽ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനാണല്ലോ, എനിക്ക് പോലും 1.5 ലക്ഷം സാലറിയേ ഉള്ളൂ, ഇദ്ദേഹം 15 ലക്ഷം സാലറി, 8 ലക്ഷം മുതൽ 15 ലക്ഷം ഒക്കെ മാസം വരുമാനം കിട്ടുന്ന പറയുന്ന സമയത്ത് ഷീജൻസി നായർ പറഞ്ഞ ഒരു വാക്കിങ്ങനെ, അദ്ദേഹം എവിടാന്ന് ചോദിച്ചു. മുബീൻ മുഹമ്മദ് പറഞ്ഞ അയാൾ കേരളത്തിൽ ചങ്ങനാശ്ശേരി എവിടെയാണെന്നാ തോന്നുന്നത്. എന്നാ ഒരു കാര്യം നിങ്ങൾ കേൾക്കണം, അയാള് സ്റ്റേജിന്റെ മേലെ കാണിച്ച് കുറെ വരുമാനം പറഞ്ഞല്ലോ, ആ വരുമാനം ഷീജൻ എന്ന ആക്ട് വ്യക്തമാക്കി തന്നില്ലേ അയാള് ഡൽഹി വിട്ടു പോകില്ല എന്നാ പറഞ്ഞത്. അയാൾ ഡൽഹി വിട്ടു പോകുന്നെങ്കിൽ അയാൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെടണം, എങ്കിൽ മാത്രമേ ഞാൻ ഇവിടുന്ന് പോകുന്നു. അങ്ങനെ അവസാനം അയാളെ പ്രശ്നം എന്താ വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആൾ കേട്ടില്ല. അതിനുശേഷം അദ്ദേഹം ഇത് സാധ്യത, ഇതെങ്ങനെ ചെയ്യണം, നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ കൃത്യമായിട്ട് ആൾ പറഞ്ഞ സമയത്തും ഇതൊന്നും അയാളെ മനസ്സിലേക്ക് കയറിയില്ല. അയാളെ മനസ്സിൽ ഇത് മാത്രമേ ഉള്ളൂ, ഞാൻ 1.5 ലക്ഷം രൂപക്ക് സാലറി ചെയ്യുന്ന മനുഷ്യനാണ്, ഏതോ +2 ഡിഗ്രിയോ കഴിഞ്ഞ ഒരു വ്യക്തിക്ക് മാസത്തിൽ 5 ലക്ഷം, 8 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ വരുമാനം കിട്ടുന്ന അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കാണിക്കാതെ ഡൽഹി വിട്ട് പോകാൻ തീരുമാനിച്ചത് വേറെ ഒന്നും അയാളെ മനസ്സിൽ കയറിയില്ല. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ സമയത്ത് അദ്ദേഹം നേരെ പോയിട്ട് പരിചയപ്പെട്ടു. ആള് പറഞ്ഞു, നമുക്ക് ആളൊന്ന് പോയി കാണാന്ന് പറഞ്ഞു. കാണാൻ പോകുന്ന ഷെയ്ഖിനെ കൊടുത്തു. അയാള് ഏത് സ്വരത്തിൽ, അയാൾ ചോദിച്ച സ്വരം ഇങ്ങനെ, നിങ്ങൾ എവിടെയാന്ന് വെച്ചു. ആള് പരിചയപ്പെട്ടു, എന്റെ പേര് ഷീജൻസ് ആണ് സാർ, എവിടെ ഞാൻ ഇങ്ങനെ കൊല്ലം ജില്ലയിൽ ചങ്ങനാശ്ശേരി എന്ന സ്ഥലത്താണ്. സാറ് സ്റ്റേജ് മേലെ ഇങ്ങനെ കുറെ വരുമാനമൊക്കെ കാണിച്ചല്ലോ, ആഴ്ചയിൽ ഇങ്ങനെ കിട്ടും 2,10,000, ടോട്ടലി 8 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ മാസ വരുമാനം കിട്ടും, അതിന് സ്റ്റേറ്റ്മെന്റ് ഇതാണെന്ന്. നിങ്ങൾ അദ്ദേഹം പറയുന്ന സ്റ്റൈല് വേറെ. അയാൾ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഇത് ഇയാൾ കാണിക്കാതെ എങ്ങാൻ പോയാല് അയാളെ, ഞാൻ പറയുന്നില്ല വാക്ക്, അയാളെ നേർക്ക് വിടൂല എന്നതിനർത്ഥം. അങ്ങനെ സാറ് ചോദിച്ചു, എന്താ നിങ്ങളെ പ്രശ്നം എന്ന് വെച്ചു. അല്ല, നിങ്ങൾ അതിന്റെ സ്റ്റേജിന്റെ മേലെ കണ്ട ആ സ്റ്റേറ്റ്മെന്റ് വേണം. മുബീൻ മുഹമ്മദ് സാർ റൂമിലിരുന്ന് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ട് കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് എടുത്തു കൊടുത്തു. കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് എടുത്ത ഇത് കണ്ട സമയത്ത് ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്ത കാര്യങ്ങളും ഓരോ വർഷവും വാങ്ങുന്ന വരുമാനമൊക്കെ ആള് കണ്ട സമയത്ത് ആള് പറയാണ്, ഈ ബിസിനസ് എന്താന്ന് വെച്ചു. അപ്പൊ മുബീൻ മുഹമ്മദ് സാർ, അല്ല എന്താ സാർ ഇത് കേട്ടില്ലായിരുന്നു വെച്ച്. ആളിത് കേട്ടിട്ടൊന്നുമില്ല. എന്തുകൊണ്ട് വെച്ചാൽ അയാളെ മനസ്സിൽ ഇതാണ്, ഈ പൈസ കിട്ടുന്നില്ല, ഇയാൾ കളവ് പറയാണ്, ഇത് നമ്മളെ ആളുകളൊക്കെ പൊട്ടീസാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം ആള് ചോദിച്ചത്, നിങ്ങൾ ഈ പ്രോഗ്രാം കേട്ടില്ല? ഇല്ല എന്ന് പറഞ്ഞു. ആള് ചോദിച്ചത്, നാളെ ഇത് എവിടെയാണെന്ന്. മുബീൻ മുഹമ്മദ് സാറ്, നാളെ ഗുജറാത്തിലുണ്ട് പ്രോഗ്രാം. അദ്ദേഹം പിറ്റേന്ന് ലീവാക്കി ഗുജറാത്ത് പോയി. നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ, നിങ്ങൾ ബിസിനസ് ചെയ്യാൻ റെഡിയാണെങ്കിൽ, എനിക്ക് പറഞ്ഞ ഷീജൻസി നായർ ചെയ്ത പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആള് പിറ്റേ ദിവസം ആ ലീവാക്കി ഡൽഹിയിൽ നിന്ന് ഗുജറാത്ത് പോയിട്ട് മുബീൻ മുഹമ്മദ് സാറിനെ കൃത്യമായിട്ട് കേട്ടു. 3-ാമത്തെ ദിവസം അദ്ദേഹം ജോലി വീണ്ടും ഒഴിവാക്കി, ആ മേഖല ഒഴിവാക്കിയിട്ട് വീണ്ടും നേരെ അദ്ദേഹം പോയത് ചെന്നൈയിലേക്കാണ് പോയത്. ചെന്നൈയിലേക്ക് പോയി കമ്പനിയുടെ MD നേരിട്ട് കണ്ടു. പ്രവീൺ ജെ ചന്ദനെ കണ്ടു. ആള് പറഞ്ഞു, ഞാൻ എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനാണ്, വലിയ ജോലി ചെയ്യുന്നു, ഏകദേശം 10 വർഷമായി ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നു, ഞാൻ ഇന്നലെ ഈ മേഖല കേട്ടും എനിക്കിത് വളരെ സീരിയസ് ആയി ചെയ്യണം.
അപ്പോ എനിക്ക് തോന്നുന്നുണ്ട് ഏതോ ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം എം ഡി പറഞ്ഞ വാക്കുതാ, എന്റെ ഡ്രീം എന്താന്ന് പറഞ്ഞാൽ, ഇന്ന് ലോകരാജ്യങ്ങൾ അവരെ ഉൽപ്പന്നം, ജപ്പാനും ചൈനയും അമേരിക്കയും ബ്രിട്ടനും കാനഡയൊക്കെ അവരെ ഉൽപ്പന്നങ്ങൾ, ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ മാർക്കിൽ അതൊരു വിറ്റഴിക്കുന്നുണ്ട്. അവര് ഇന്ത്യൻ മാർക്കിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ വിറ്റഴിക്കുന്നുണ്ട്. അപ്പൊ ആള് ചോദിച്ച്, പ്രവീൺ നമ്മുടെ ചന്ദൻ സാറ് പറഞ്ഞത്, എന്റെ ഡ്രീം എന്താണെന്നോ, ഇന്ത്യൻ ആയുർവേദ ഉൽപ്പന്നങ്ങൾ ലോകത്ത് വലിയ ഡിമാൻഡുള്ള സാധന, ഇന്ത്യൻ ആയുർവേദ ഉൽപ്പന്നങ്ങൾ ലോകത്ത് ഇത്ര മൂല്യമുള്ള സാധന, ആ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ ദേശീയ പതാക ലോകത്ത് മൊത്തം കുത്തിയിട്ട് ആയുഷ് എന്ന ഉൽപ്പന്നങ്ങൾ ഞാൻ വെക്കും, എന്റെ ഡ്രീം അതാ. അദ്ദേഹം അന്ന് ഒന്നും ചോദിക്കാതെ ഇത് മനസ്സിലായെന്ന് എയർഫോഴ്സ് എന്ന ജോലി റിസൈൻ ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ട, എയർഫോഴ്സ് എന്താ, നിങ്ങൾ ചില്ലറ കളിയല്ല. എയർഫോഴ്സ് എന്ന ജോലി റിസൈൻ ചെയ്തു, ഫുൾ ടൈം ആയിട്ട് മൈലേഷ്യൽ മാർക്കറ്റിംഗ് ചെയ്തു, ഫുൾ ടൈം കരിയർ ആയിട്ട്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് യമുന ഷീജൻ. അദ്ദേഹം ഡൽഹി പബ്ലിക് സ്കൂളിലെ ടീച്ചർ. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അച്ഛൻ പറഞ്ഞത്, നിനക്ക് നല്ലൊരു ജോലി ഉണ്ടായിട്ടായിരുന്നു എൻ്റെ മകളെ ഞാൻ നിനക്ക് കെട്ടിച്ച് കല്യാണം കഴിച്ചു തന്നത്. ഈ സോപ്പും പേസ്റ്റും വിൽക്കുന്ന പരിപാടിയാണെങ്കിൽ, അങ്ങനെ യമുന ഷീജനെ അദ്ദേഹം വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വലിയ പ്രശ്നമായി, വലിയ പ്രയാസങ്ങളായി. അദ്ദേഹം ഒരു തീരുമാനം എടുത്തു, ഞാൻ എടുത്തത് ശരിയാണ്, എയർഫോഴ്സിന്റെ ഒക്കെ വലിയ ഒരു ഉത്തരവാദിത്തമുള്ള ജോലിയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഈ മേഖല ഏറ്റെടുത്തു. അന്ന് അവരെ ഭാര്യയും മക്കളും അവരെ വിട്ടുപോയി. വർഷങ്ങളോ, വർഷം എനിക്ക് കൃത്യമല്ല, എന്തായാലും ഒരു 6 മാസം വർഷങ്ങളോ വിട്ടു നിന്നു. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഷീജൻസി നായർന്ന വ്യക്തി ഇല്ല. അദ്ദേഹം എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനായി ആ മേഖല, മൈലേശ്വൽ മാർക്കറ്റ് എന്ന മേഖല തെരഞ്ഞെടുത്തു. അത് ഫുൾ ടൈം കരിയർ ചെയ്തു. 2018 അദ്ദേഹം ഡയമണ്ട് എക്സിക്യൂട്ടീവായി. ഇന്ന് അദ്ദേഹം ഈ ഭൂമി ലോകത്തില്ല. 2018, 19, 20, 21, 22, 23, 24, 25, 26 8 വർഷമായി ഈ ഭൂമി നന്നേ വിട പറഞ്ഞിട്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യക്കുള്ള വിഷമം, പണ്ട് അദ്ദേഹത്തിന് ഒഴിവാക്കി മാറ്റി നിർത്തിയ ആ പ്രയാസം, ഇന്ന് ആ കുടുംബത്തിലേക്ക് ഞാൻ കേട്ടത് 35 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ മുതൽ വരെ എല്ലാ മാസവും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അദ്ദേഹത്തിന്റെ നോമിനി. ഡിയർ ഫ്രണ്ട്സ്, അത്ര വലിയ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളെ ഓരോരുത്തരുടെയും കയ്യിൽ കിട്ടിയിട്ടുള്ളത്. യമുന ഷീജൻ സാറിന്റെ ഐഡിയ എടുത്തു നോക്കിയാൽ ആദ്യ നമ്പർ 4, അതെല്ലാവരുടെയും നമ്പർ 4 തന്നെ. ബാക്കിയുള്ള 10 അക്ക നമ്പർ നമുക്കുണ്ടെന്ന്. അതേ കമ്പനിയാണ്, അതേ പ്ലാനാണ്, അതേ പ്രൊഡക്റ്റ് ആണ്, അതേ മാനേജ്മെന്റ് ആണ്. പക്ഷെ നമുക്കെന്താ കിട്ടാത്തത്? നമുക്കെന്താ ഈ വരുമാനം കിട്ടാത്തത്? നിങ്ങൾ മൈലേഷ്യൽ മാർക്കറ്റിംഗ് ഇതാ ഇവിടെ വെക്കണം, എന്നാലേ അത് കിട്ടും. നിങ്ങൾ 1, 2, 3 വർഷം മൈലേഷ്യൽ മാർക്കറ്റ് എന്ന കമ്പനിയെ നിങ്ങൾ സ്നേഹിക്കാൻ റെഡിയുണ്ടോ? പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മളെ മൈലേഷ്യൽ മാർക്കറ്റ് എന്ന കമ്പനിയിൽ നിങ്ങളെ വിജയിപ്പിക്കാൻ വരുന്ന ആളുകൾ നിങ്ങളെ തുടക്കത്തിൽ വന്ന ആളുകളല്ല. അതേ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ കൂടെ ആദ്യം ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളല്ല നിങ്ങളെ രക്ഷപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളെ ഈ ബിസിനസ്സിൽ രക്ഷപ്പെടുത്താൻ വരുന്ന ആളുകൾ നിങ്ങളെ നാട്ടുകാരും നിങ്ങളെ സുഹൃത്തുക്കളും നിങ്ങളെ ബന്ധുക്കളും അല്ല. അതാദ്യം നിങ്ങൾ മനസ്സിൽ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മൈലേഷ്യൽ മാർക്കറ്റിംഗിൽ എന്നെ കൊണ്ടുവന്ന ആള് ബെൽനി സാറാണല്ലോ. ബെൽനി സാറിന്റെ ടീമില് താമരശ്ശേരി ആരാ ഉള്ളത്? അയാളെ ചുറ്റുവട്ടത്തില്, അയാളെ വാർഡപ്പെട്ട ആരാ അദ്ദേഹത്തിന്റെ കൂടെ ഒരു ലീഡറായിട്ട് നിങ്ങൾ കാണിച്ചുണ്ടോ? ഇപ്പം ചിലപ്പോ ആരൊക്കെ വന്ന് അവരെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ ചോദിക്കും. അതേപോലെ തന്നെ നമ്മളെ ഗ്രേറ്റ് ലീഡർ ആണല്ലോ ബിജു സാറിന്റെ ടീമില് നടുവണ്ണൂരിൽ നിന്ന് ആരാ ഉള്ളത്? നിങ്ങൾ ചിന്തി, നമ്മളെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അയൽവാസികളാണ് ഇത് വിജയിപ്പിക്കാൻ പറ്റാ? അല്ല, ഞാൻ എൻ്റെ സ്വന്തം നാട് കോളിക്കുന്ന ഒരു വ്യക്തി പോലും എന്റെ കൂടെ. സത്യം പറ, എന്നെ ഇങ്ങോട്ട് വിളിച്ച മുസ്തഫ സാറിനെ പോലും ഞാൻ അറിയില്ല. അദ്ദേഹം ചാവക്കാട് സ്വദേശിയാണ്, അദ്ദേഹം എന്റെ ലീഡർ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ കൂടെ നമ്മളെ വിജയിപ്പിക്കാൻ വരുന്ന ആള് നമ്മളെ ചുറ്റുവട്ടത്തും നമ്മളെ ബന്ധുക്കളും നമ്മളെ സുഹൃത്തുക്കളും അല്ല.
പക്ഷേ നമ്മളെ മാറ്റം കാണുന്ന സമയത്ത് നമ്മളെ കൂടെ നമ്മളെ അന്ന് വീണ്ടും അവർ വരും. ഇപ്പൊ അല്ല വരിക. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സമയം കുറേ ആകുന്നുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുകയല്ല. എനിക്ക് നിങ്ങളെ മുമ്പിൽ പറയാനുള്ളത്, ഈ ബിസിനസ് ലോകത്തിലെ വണ്ടർഫുൾ ബിസിനസ്സാ. ഞാൻ ഒരു കാര്യം, 4 കാര്യം കൂടെ പറയാം. ഞാൻ ചോദിക്കുന്നത്, ഈ ബിസിനസ് നമുക്ക് ചെയ്യുന്നതിന് എന്ത് തടസ്സമുള്ളത്? നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറാത്തൊരു പ്രശ്നമുണ്ട്. അതാണ് പല ആളുകളെയും തടസ്സം. പല ആളുകളെയും മൈൻഡുള്ള സാധനം, ഇത് സാറേ സോപ്പും പേസ്റ്റും വിൽക്കലല്ലേ, വലിയ ഗൾഫൊക്കെ കഴിഞ്ഞ് വലിയ ബിസിനസ് ഒക്കെ ചെയ്ത് നാട്ടിൽ വന്ന സമയത്ത് സോപ്പും പേസ്റ്റ് എന്താ, സോപ്പും പേസ്റ്റും വിൽക്കൽ എന്താ മോശക്കച്ചവടാ? സോപ്പും പേസ്റ്റും വിൽക്കുന്ന എന്താ പ്രശ്നം? ഇത് ആറ്റിറ്റ്യൂഡ് മാറാം. നമ്മളെ ബാറ്റ, നമുക്കറിയാം, ചെരുപ്പൊക്കെ ഷൂ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയെ ബാറ്റ. നമ്മളെ നാട്ടിൽ പോയാൽ നമ്മളെ റോഡിന്റെ സൈഡിൽ നമുക്ക് കാണാം, ഞങ്ങളെന്നൊക്കെ നാട്ടിൽ പറയാം, ചെരുപ്പ് റിപ്പയർ ചെയ്യുന്ന ചെരുപ്പ് കുത്തികൾ എന്നാ പറയാം. ആ ചെരുപ്പ് കുത്തികൾ. ബാറ്റ ചെയ്യുന്ന പണി എന്താ? ഓരും ചെയ്യുന്ന ചെരുപ്പ് കുത്തല. അവരൊരു പ്രൊഫഷണലായിട്ട് ചെരുപ്പ് കുത്തുന്നു, മറ്റൊരു റോഡ് സൈഡിൽ ചെരുപ്പ് കുത്തുന്നു, രണ്ടും ഒരേ സാധനമാണ്. പക്ഷെ അവർ ചെയ്യുന്നത് ബിസിനസ്സും ഇവർ ചെയ്യുന്ന വേറെ എന്തോ ഒരു പരിപാടിയും. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളെ മൈൻഡിലേക്ക് വാ. നമ്മൾ എന്താ ചെയ്യുന്നത്? ലോകത്ത് ആളുകൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളുകളാണ്. എനിക്ക് ഒരു സംശയം, ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ലോകത്ത് വിജയിച്ച ആളുകൾ, നല്ല ബിസിനസ്സുകാരെ അവസ്ഥ, നിങ്ങൾ സാധാ ഒരു ലോക്കൽ ആളുകളെ നിങ്ങൾ എടുത്തു നോക്കിയാൽ, 2 വരുമാനം കിട്ടുന്ന ആളുകൾ, ആക്രി കച്ചവടക്കാർ വലിയ പൈസക്കാരായിരിക്കുന്നു. അതുപോലെ എൻ്റെ നാട്ടിൽ ഫ്രഷ് കട്ട് എന്നൊരു സംഭവമുണ്ട്. കോയിന്റെ വേസ്റ്റ് എടുക്കുക, അത് വേസ്റ്റ് എടുക്കുമ്പോൾ കോഴിക്കടയിൽ നിന്നൊരു പൈസ കിട്ടും, അത് കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്ത് എന്തെങ്കിലും ഉൽപ്പന്നാക്കി വിൽക്കുമ്പോൾ അതൊരു പൈസ കിട്ടും. എൻ്റെ നാട്ടിലൊക്കെ പഞ്ചായത്തിൽ ഹരിത കർമ്മസേനയിൽ നിന്ന് എടുക്കുന്ന പ്ലാസ്റ്റിക് ഉണ്ട്, കുറെ പ്ലാസ്റ്റിക് ആക്രി കച്ചവടക്കാർക്ക് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വേസ്റ്റ് ഉണ്ട്, ഒന്നിനും പറ്റാത്ത സാധനമുണ്ട്, അത് പഞ്ചായത്തിൽ നിന്ന് പോയിട്ട് ഒരുമിച്ച് കിലോക്ക് 6 രൂപക്ക് വാങ്ങിച്ചിട്ട് ആള് 12 രൂപക്ക് വിൽക്കും. മൈ ലൈഫ് അതുപോലെ, ഉൽപ്പന്നങ്ങൾ വില കുറച്ച് വാങ്ങാം, അപ്പൊ അക്കൗണ്ടിൽ വരുമാനം കിട്ടും, വാങ്ങി വിറ്റാലോ വേറൊരു വരുമാനം കിട്ടും. നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് കളിക്കണം. ലോകത്ത് ഒരുപാട് ആളുകൾ ചെയ്യുന്നത് ഫർണിച്ചർ ചെയ്ത് വലിയ ലൈറ്റൊക്കെ കത്തിച്ച് വലിയ AC ഒക്കെ കൊടുത്ത് ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കുറെ ഉൽപ്പന്നങ്ങൾ അവിടെ കൊണ്ടുവച്ചിട്ട് ഇത് പണിയൊക്കെ ചെയ്തിട്ട് ഉൽപ്പന്നം കൊണ്ടുവച്ച ആളുകളെ ഒന്ന് അവർക്ക് വിൽക്കാം. നമ്മൾ ശീതീകരിച്ച റൂം നമുക്കില്ല, ലൈറ്റ് ഇല്ല, പിന്നെ LED ബൾബുകളൊന്നുമില്ല, സ്റ്റാഫ് ഒന്നുമില്ല, നമുക്ക് ആ ചെലവില്ല. നമ്മൾ വാങ്ങുമ്പോൾ നമുക്കൊരു വരുമാനം കിട്ടും, വിൽക്കുമ്പോൾ ഒരു വരുമാനം കിട്ടും. നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഭയങ്കര പോയിന്റ് അല്ലേ? ഏതൊരു കച്ചവടത്തിന് എത്ര മുടക്ക് വേണം? 5 ലക്ഷം അഡ്വാൻസ് കൊടുക്കണം, ഫർണിച്ചർ ചെയ്യണം. നിങ്ങൾ ഇത്രയും ക്യൂട്ടായിട്ട്, ഇത്രയും ഒരു സുതാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഏടാ? നമ്മൾ ചെയ്യേണ്ടതാ, നമ്മൾ ക്വാളിറ്റി ഉള്ള, കോൺഫിഡന്റ് ഉള്ള ആളുകളായി മാറി നമ്മളെ മാറ്റിയാൽ മതി. നിങ്ങൾ ലൈറ്റ് നമ്മളിൽ കത്തിച്ചാൽ മതി, പിന്നെ AC നമ്മുടെ ഉള്ളിൽ വെച്ചാൽ മതി, നമ്മൾ നല്ല മനുഷ്യന്മാരായത്, നമ്മൾ ചിരിച്ചാൽ മതി, നമ്മൾ സന്തോഷിപ്പിച്ചാൽ മതി, നമ്മൾ പിന്നെ നല്ല ഭംഗിയിൽ നടന്നാൽ മതി. ഇത്രേ വേണ്ടൂ. അവിടെ 10 ലക്ഷം, ഒരു ഷോപ്പിന് 10 ലക്ഷം മുടക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ നല്ലൊരു ബ്രാൻഡ് ഡ്രസ്സ് വാങ്ങുക, ഒരു നല്ല ഷൂ വാങ്ങുക, നല്ലൊരു പാൻറ് വാങ്ങുക, നല്ലൊരു ബെൽറ്റ് വാങ്ങുക, ഇതൊക്കെ നമ്മൾ നന്നാവുമ്പോൾ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്ത് നിങ്ങളൊരു ബിസിനസ് ആളുകളെ പോലെ നമുക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ, ഞാൻ ചെറിയ 2-3 കാര്യങ്ങളും കൂടി പറഞ്ഞ്, തുടക്കക്കാർക്ക് വേണ്ടി 2-3 കാര്യങ്ങളോടും പറഞ്ഞ് ഞാൻ അവസാനിക്കാം. ഇത് നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത്? പല ആളുകളും പറഞ്ഞു, സാറേ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, ഇത്രയും വലിയ ബിസിനസ്സാണ്, ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആരെയാണോ ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നത് അവരെ കൈ കൊണ്ട് മുറുക്കി പിടിച്ച് വിശ്വസിക്കുക. ആദ്യത്തെ കാര്യം അതാ. അവർ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഒരിക്കലും മൈ ലൈഫ് നിങ്ങൾ മോശമാക്കി പറയൂല. ഞാൻ ഉദാഹരണം പറഞ്ഞു, ഞാനും ഇപ്പോ മുസ്തഫ സാറും ഏട്ടനും അനിയനും അന്ന് കൂട്ടി, ഞങ്ങൾ ഏട്ടനും അനിയാണ്, ചാവക്കാടാണ് ഞങ്ങൾ താമസിക്കുന്നത്. സാറ് നല്ലൊരു ബേക്കറി തുടങ്ങി. അവിടെ അതിന്റെ തൊട്ട മുമ്പിൽ ഞാൻ റോഡിന്റെ അങ്ങേ ഒരു 50 മീറ്റർ അല്ലെ ഒരു 30 മീറ്റർ അപ്പുറത്ത് ഞാനൊരു ബേക്കറി തുടങ്ങിയാൽ എന്തായാലും ഒന്നെങ്കിൽ മുസ്തഫ സാറിന് എന്നോട് ഇഷ്ടം ഉണ്ടാവില്ല, അല്ലെ എനിക്ക് മുസ്തഫ സാറിനോട് ഇഷ്ടം ഉണ്ടാവില്ല. എന്താന്ന് പറഞ്ഞാല്, മുസ്തഫ സാറ് രക്ഷപ്പെട്ടാല് ഞാൻ രക്ഷപ്പെടൂല, ഞാൻ രക്ഷപ്പെട്ടാലും മുസ്തഫ സാറ് രക്ഷപ്പെടൂല. വിൻ വിൻ അല്ല. അതുകൊണ്ട് ഏട്ടനോ അനിയനൊന്നും അവിടെ നോക്കൂല, ഞാൻ എങ്ങനെങ്കിലും നശിക്കാൻ വേണ്ടില്ല എന്തെങ്കിലും പണി ഒപ്പിക്കും. ഇതല്ലേ ട്രഡീഷണൽ ബിസിനസ്? ഞാൻ ചോദിക്കുന്നത്, മൈലേഷ്യൽ മാർക്കറ്റിംഗ് എന്ന ബിസിനസ്സിൽ ഈ മുസ്തഫ സാർ എന്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്, അദ്ദേഹത്തിന് എന്തൊക്കെ കഴിവുണ്ടോ ആ കഴിവുകളൊക്കെ പരിപോഷിപ്പിച്ച് അദ്ദേഹം വിജയിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഞാൻ സ്വീകരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ
എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഒരു ലിസ്റ്റ് 10 രൂപ 20 രൂപ നല്ലൊരു നോട്ട്ബുക്ക് നമുക്ക് ബിസിനസ് ചെയ്യാം. 2,10,000 ആഴ്ചയിൽ കിട്ടുന്ന ബിസിനസ് അല്ലേ? അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ബന്ധുക്കളെയും നമ്മളെ സുഹൃത്തുക്കൾ നമ്മളെ അയൽവാസികൾ നമ്മളെ ഹായ് ഫ്രണ്ട്സിനൊക്കെ എഴുതിയിട്ട് ഒരു നല്ല ലിസ്റ്റ് ക്രിയേറ്റ് ആദ്യം ചെയ്യേണ്ട പണിയാണ് സാറേ. ആദ്യം നിങ്ങൾ ഈ പണി ചെയ്യാത്ത പലരും ഈ ബിസിനസിന്റെ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്, വിജയിക്കില്ല. വിജയിച്ച ആദ്യത്തെ പണി ലിസ്റ്റ് വേണം. ലിസ്റ്റ് എന്തിനാന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഞാൻ ലിസ്റ്റ് എന്തിനാന്ന് പറഞ്ഞാൽ, ഞാൻ ലിസ്റ്റ് എഴുതിയിട്ടാണ് ഈ ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ ലിസ്റ്റ് എഴുതി ഞാൻ ഒരാളെ പോയി കണ്ടു. ഒരാൾക്ക് ഞാൻ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടർ പിന്നെ ഇവിടെ മുസ്തഫ സാറാണ് ഞാൻ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. ആദ്യത്തെ പേര് മുസ്തഫ സാറാണെങ്കിൽ മുസ്തഫ സാറോട് ഞാൻ ഈ ബിസിനസ് എടുത്തു, ഞാൻ ഉൽപ്പന്നങ്ങൾ എടുത്തു, ഞാൻ തുടങ്ങി. സാറേ, ഞാൻ ഈ ബിസിനസ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചെയ്യാൻ പോവാണ് സാറേ. ഞാൻ ആദ്യത്തെ പേര് സാറേ സാറിന്റെ പേരാണ്, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കാള്, നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാൻ പറ്റും സാറേ. ഇത് നോക്കി ലിസ്റ്റ് നോക്കിയിട്ട് ആദ്യത്തെ പേര് സാറേ സാറിൻ്റെതാണ്, ബാക്കിയുള്ള 100 പേരും നിങ്ങളെ താഴേക്ക് ഞാൻ കൊണ്ടുവരും, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമെന്ന് കോൺഫിഡൻറ്റോടുകൂടി മുസ്തഫ സാറിനോട് പറഞ്ഞാൽ മുസ്തഫ സാർ ഈ ബിസിനസ് ചെയ്യാൻ റെഡിയാണ്. പല ആളുകളെയും പ്രശ്നം തന്നു, ലിസ്റ്റോ അതെന്തിനാ സാറേ? ലിസ്റ്റ് വേണം ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് വിജയിക്കുന്നത്. നിങ്ങൾ ഒരു മാറ്റത്തിന് ഒരു ലിസ്റ്റ് എഴുതിക്കോ. എന്നിട്ട് ആ ലിസ്റ്റ് പ്രകാരമുള്ള ആളുകളെ ഇന്ന് തന്നെ 10 പേരുണ്ട്, 10 പേരെ നിങ്ങൾ വിളിച്ചോ, 10 പേര് നിങ്ങൾ ഫോളോ ചെയ്തോ. 10 പേര്, ഞാൻ പറയാം 10 പേരിൽ ചിലപ്പോൾ 3 പേര് നിങ്ങളെ കൂടെ വരും. ആ 3 പേര് നിങ്ങളെ 3000 ആളുകളെ കൊണ്ടുത്തരും. ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു ബുദ്ധി നിങ്ങൾ തുടക്കത്തിൽ ചെയ്തു. ഇത് ചെയ്താൽ എന്നിട്ട് നിങ്ങൾ ഈ ബിസിനസിനെ കുറിച്ച് നല്ല ട്രെയിനും, രാവിലെ നടക്കുന്ന മോർണിംഗ് മീറ്റും, നമ്മളെയൊക്കെ ടീമിൽ ഡാൻഡി മീറ്റിങ്ങുകളും കമ്പനിയിലെ മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളൊക്കെ പങ്കെടുത്ത് നിങ്ങൾ ഒരു കോഴ്സായിട്ട് ഒരു 6 മാസം ഇത് പഠിക്കും. നിങ്ങൾ നിലവിൽ ചെയ്യുന്ന ജോലിന്റെ കൂടെ 6 മാസം ഒരു കോഴ്സായിട്ട് ഈ ബിസിനസ് പഠിക്കും. ഒന്നും നിങ്ങൾ മുടക്കണ്ട. ഭക്ഷണം കഴിക്കാനുള്ള പൈസ നിങ്ങളെ കയ്യിൽ വേണം. മീറ്റിങ്ങിന് ഒരു 30 രൂപ കൊടുക്കണം. 1 ഡേ ട്രെയിനിങ്ങിന് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 150 കൊടുക്കണം. 2 ഡേ ആർട്ടിക്ക് പോവുകയാണെങ്കിൽ ഒരു 2,500 രൂപ കൊടുക്കണം. ഇങ്ങനെ ഒരു ചെറിയ പൈസ നിങ്ങൾ ഒരു 50,000 രൂപക്ക് ഉൽപ്പന്നം വാങ്ങുന്ന സമയത്ത് ഒരു 5,000 രൂപ നിങ്ങൾ അക്കൗണ്ടിൽ മാറ്റിയിടും ഈ ബിസിനസ് ചെയ്യാൻ. അങ്ങനെ നിങ്ങൾ ഒരു കരിയർ ഒരു 6 മാസം ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്താൽ വിത്തിൻ 3 വർഷം കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത ബിസിനസ് നിന്ന് കിട്ടുന്നതിന്റെ 10 ഇരട്ടി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്താലേ ഈ ബിസിനസ് നിങ്ങൾക്ക് വളരാൻ പറ്റൂ. അത്ര നല്ല ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ കയ്യിലേക്ക് ഉണ്ട്. ആദ്യം നിങ്ങൾ ലിസ്റ്റ് ചെയ്യണം, അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം, ഉൽപ്പന്നങ്ങൾ വാങ്ങണം. ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ട് അതിങ്ങനെ കയ്യിൽ വെക്കണം. കയ്യിൽ വെച്ചിട്ട് അത് അതിനോടൊരു സ്നേഹം വേണം. കയ്യിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എവിടെയൊക്കെ വെച്ച് നോക്കുക. പടച്ചോനെ, ദൈവമേ, എനിക്ക് വരുമാനം തരുന്നൊരു മേഖലയാണല്ലോ ഇത്, ചാമ്പിത്തല്ലേ. അങ്ങനെ നിങ്ങൾ ഇതിനൊന്ന് സ്നേഹിച്ചു. കഫ്നിയിലല്ലേ ഒരുപാട് ജീവിതങ്ങൾക്ക് സന്തോഷം കൊടുക്കുന്നല്ലേ, ഒരുപാട് ചുമ മാറ്റാനുള്ള സാധനം ദൈവം എനിക്ക് മനോഹരമായിട്ട് കൊണ്ടു തന്നല്ലോ. ലിവകൈനെടുത്ത് പടച്ചോനെ, ഒരുപാട് ആളുകൾക്ക് ഗ്യാസിന്റെ പ്രശ്നം മാറ്റാനുള്ള സാധനം എനിക്ക് ദൈവം തന്നല്ലോ. ഒരുപാട് ആൾക്ക് ഇങ്ങനെ നിങ്ങൾ മനസ്സുകൊണ്ട് ഇതിനൊന്ന് സ്നേഹിച്ചു നോക്കി. 100 കണക്കിന് ആളുകൾ നിങ്ങളെ ടീമിലേക്ക് വരുന്നു. നമ്മളെ പ്രശ്നം എന്താണോ, നമ്മളെ പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ എവിടെയോ ആരെങ്കിലും കണ്ടു വന്നാൽ എന്താ ചുവപ്പ് കുപ്പിയും തോന്നുകൊണ്ട് നമ്മൾ വീട്ടിന്റെ ബെഡിന്റെ ചോട്ടിലാ. അങ്ങനെ അല്ലട്ടോ ചെയ്യേണ്ടത്. നിങ്ങളെ 3 തലമുറ രക്ഷപ്പെടുത്താൻ ദൈവമായിട്ട് കൊണ്ടെത്തുന്ന ഈ പ്ലാറ്റ്ഫോമിൽ കളയല്ലേ. കുറേ കാരണങ്ങൾ ഉണ്ടാവും, കളഞ്ഞു പോകല്ലേ. അത്ര സൂപ്പർ ഓപ്പർച്യൂണിറ്റിയാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത്ര മനോഹരമായ വലിയൊരു അവസരം നിങ്ങളെ കയ്യിൽ ദൈവമായിട്ട് കൊണ്ടു തന്നിട്ട്, ഇത് നമ്മളെ കുഴപ്പം കൊണ്ട് നമ്മൾ നിർത്തിപ്പോവും, നമ്മളെ സ്വഭാവം കൊണ്ട് നമ്മൾ എന്തൊക്കെ, നമ്മളെല്ലാം തികഞ്ഞ ആളല്ലല്ലോ. എനിക്ക് വളരെ പ്രധാനമായിട്ട് പറയാനുള്ളത്, നിങ്ങളെ ലീഡേഴ്സിൽ സമർപ്പിക്കണം. എന്തിനാണോ, നിങ്ങളെല്ലാം തികഞ്ഞതല്ലല്ലോ, നമ്മളെ പോരായ്മ ഉണ്ടല്ലോ, അത് അവര് തിരുത്തി തരും. നിങ്ങൾ മനസ്സിലാക്കണ്ടോ. ചിലപ്പോൾ ഞാനും ഇപ്പോ പിന്നെ മുസ്തഫ സാറും ഞങ്ങള് ഒരു ലീഡറും അസോസിയേറ്റും ആണ്. എന്നെക്കാട്ടും ആള് കുറച്ച് മൂത്താണ്. ചിലപ്പോൾ ഞാനിതിൽ വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പമുണ്ടെങ്കിൽ, സാറേ നിങ്ങൾ അങ്ങനെ ചെറിയ പ്രയാസം അതൊന്ന് മാറ്റണ്ടോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് നിങ്ങൾ നല്ല മനുഷ്യരാ മതി. എൻ്റെ നന്മ നിങ്ങൾക്കും അവരുടെ നന്മ ഇങ്ങോട്ടും പറഞ്ഞ് കൂട്ടിച്ചേർത്ത് കുടുംബമായിട്ട് സന്തോഷം പങ്കുവെച്ച് വിജയിക്കാൻ പറ്റിയ ലോകത്ത് വേറെ ഏത് അവസരമുണ്ട്? ഇത്രയും വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ കയ്യിൽ കിട്ടിയത്. നിങ്ങളെ ലീഡേഴ്സിന്, നിങ്ങളെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾ ആരാണോ കൊണ്ടുവന്ന് അവരോട് ചോദിക്കുക, നിങ്ങൾ അപ്ലൈൻ ആരാ. നിങ്ങൾ അവരെയും കൂട്ടി നിങ്ങൾ ഡയറക്റ്റ് കുറച്ച് ഐഡിയല്ലേ ഒരു DTC ആയ ഒരു STC ആയ ലീഡറെ കൈ പോയി പിടിച്ചിട്ട്, സാറേ ഞാൻ സറണ്ടർ ആവാം, എന്നെ ഒന്ന് പഠിപ്പിച്ചു തരുമോ,
എന്ന് പോയിട്ട് സത്യം പറഞ്ഞ ഞാന് ബെൽനിസാറിന്റെ വീട്ടിൽ, ബെൽനിസാർ എന്റെ വീട്ടിൽ വന്നിട്ട് കുറെ ദിവസമായിട്ടുണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യുന്നോ, ബെൽനിസാറെ വീട്ടിൽ ഇന്നലെ പോയിട്ടുണ്ട്, മെനിയാന്ന് പോയിട്ടുണ്ട്, ഇപ്പൊ 4 ദിവസമായിട്ട് പോയിട്ട് എന്താണോ എനിക്ക് വിജയിക്കണം. അപ്പൊ ചിലപ്പോ നമ്മളെ ലീഡറെ വിളിച്ച സമയത്ത് ലീഡർ തിരക്കാണ്, ചിലപ്പോ ഫോൺ എടുത്തില്ലേ, ആ ലീഡർ ഫോൺ എടുത്തില്ല, എന്നാ ഞാനായിട്ട് വിളിക്കുന്നില്ല. നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ആവശ്യം, അങ്ങനെ നിങ്ങൾ ഒരു വലിയ വിജയിക്കുന്ന ആളുകളായിട്ട് മാറാൻ ഈ അവസരം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് നിങ്ങളെ മുമ്പിൽ പറയാൻ